50,000 ആരാധകർക്ക് മുന്നിൽ ലോകം മൊത്തം ലൈവായി കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ ടൈറ്റിൽ ലോഞ്ച്. എല്ലാവരും ഗ്ലോബ് ട്രോട്ടർ എന്ന പേര് പ്രതീക്ഷിച്ചപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞത് വാരാണസി. വെറും ഒരു ടൈറ്റിൽ ലോഞ്ച് വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി. അപ്പോൾ ശരിക്കും രാജമൗലി മഹേഷ് ബാബു കോംബോയിൽ വരുന്ന ഈ സിനിമ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റി എഴുതും, അതോ വെറും ഒരു സാധാരണ തെലുങ്ക് സിനിമ പോലെ മാത്രമായി പോകുമോ? RRR ശേഷം രാജമൗലി ഒരുക്കുന്ന ഈ ഇൻസെയിം പ്രോജക്റ്റിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണ്? നമുക്ക് നോക്കാം. SS രാജമൗലി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ബാഹുബലിയും RRR തീർത്ത വിസ്മയങ്ങളാണ്. ഇന്ത്യൻ സിനിമയെ അടുത്ത ലെവലിൽ എത്തിച്ച ആ മനുഷ്യൻ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിനൊപ്പം ഒന്നിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ഹൈപ്പാണ്. SSMB29 എന്ന പേര് നമ്മൾ വർഷങ്ങളായി കാത്തിരുന്ന ഈ സിനിമയെക്കുറിച്ചുള്ള ഓരോ ചെറിയ കാര്യവും ഇന്റർനെറ്റ് വലിയ തരംഗമായിരുന്നു. ഒടുവിൽ 2025 നവംബർ 15 50,000-ഓളം ആരാധകരെ സാക്ഷിയാക്കി അവർ ആ പേര് പ്രഖ്യാപിച്ചു, വാരാണസി. ലോകം മുഴുവൻ കറങ്ങുന്ന ഒരു ആക്ഷൻ സിനിമയ്ക്ക് എന്തിനാണ് ഇന്ത്യയിലെ ഒരു പുണ്യ നഗരമായ വാരാണസിയുടെ പേര് കൊടുത്തത്? ഈ പേരുമാറ്റത്തിന് പിന്നിലെ സംശയങ്ങളും ആകാശമുട്ടെ ഉയർന്ന പ്രതീക്ഷകളും ഒപ്പം വരുന്ന ഓരോ വിവാദങ്ങളും എന്തൊക്കെയാണ് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. രാജമൗലി സിനിമ എന്ന പ്രതീക്ഷകൾക്ക് ഒരു അതിരുമില്ല. ബാഹുബലി ഒരു ഇതിഹാസമായിരുന്നു. RRR ആണെങ്കിൽ ഓസ്കാർ വരെ വാങ്ങി. അതുകൊണ്ട് തന്നെ വാരാണസിയിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഇതിനേക്കാളും എല്ലാം ഭ്രാന്തമായ ഒന്നായിരിക്കും. ഈ സിനിമ മഹേഷ് ബാബുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ, ഏറ്റവും ചെലവേറിയ പ്രോജക്റ്റാണ്. ഒരേപോലത്തെ റോളുകൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു എന്ന് പഴികേട്ട മഹേഷ് ബാബുവിന് ഒരു എപ്പിക് ഇമേജ് മേക്ക് ഓവർ കൊടുക്കാൻ രാജമൗലിക്ക് കഴിയുമോ? ദി ഗ്ലോബ് ട്രോട്ടർ ഇവന്റ് എന്ന ലോഞ്ചിങ് ചടങ്ങിൽ അവർ പുറത്തുവിട്ട ടീസർ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ എല്ലാവരുടെയും കിളിപോയി. തൃശൂലം എന്തി ചോരയെ കുളിച്ച് ഒരു കാളയുടെ പുറത്തു വരുന്ന രുദ്ര എന്ന മഹേഷ് ബാബുവിനെ കണ്ടപ്പോൾ ഫാൻസ് ഒക്കെ ശരിക്കും വിളകി മറിഞ്ഞു. ടെക്നിക്കൽ സൈഡിലും ഇതൊരു വലിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുമെന്നാണ് രാജമൗലി പറഞ്ഞത്. ക്രിസ്റ്റഫർ നോളന്റെ സിനിമകൾ പോലെ ഈ സിനിമ പൂർണ്ണമായും IMAX ക്യാമറയിൽ ഷൂട്ട് ചെയ്യും. ഏകദേശം 1200 കോടി രൂപയാണ് ഈ സിനിമയുടെ ബജറ്റ്. ഇത് വാരാണസിയെ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ സിനിമയാക്കി മാറ്റും. ഇത് വെറും ഒരു സിനിമ മാത്രമായിരിക്കില്ല, ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും. ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഗ്ലോബ് ട്രോട്ടർ എങ്ങനെ വാരാണസിയായി? ലോകം ചുറ്റുന്ന ഒരു സിനിമയ്ക്ക് എന്തിനാണ് കാശിയുടെ പേര്? അതിനുള്ള കുറച്ച് സൂചനകൾ ആ ടീസറിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ടീസറിന്റെ അവസാനം വാരാണസി എന്ന പേരിന് താഴെ ഗ്ലോബ് ട്രോട്ടർ എന്നും ചില പോസ്റ്ററുകളിൽ ടൈം ട്രോട്ടർ എന്നും കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തെക്കാളും പഴയ നഗരമാണ് വാരാണസി അറിയപ്പെടുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് ഭഗവാൻ ശിവനാണ് വാരാണസി നഗരം കണ്ടുപിടിച്ചത് എന്നാണ്. ഈ സിനിമ ഒരു ക്രേസി സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ സിനിമയായിരിക്കാം എന്നാണ് ടീസറിൽ നിന്ന് മനസ്സിലാകുന്നത്. BCE 7200 ലങ്കാ നഗരം, ആഫ്രിക്കൻ കാടുകൾ, അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ ഐസ് പാളിയായ റോസ് ഐസ് ഷെൽഫ്, അവസാനം 2027 ഭൂമിയെ ഇടിക്കാൻ വരുന്ന ശാംഭവി എന്നൊരു ഉൾക്ക വരെ കാണിക്കുന്നുണ്ട്. പുരാണവും ചരിത്രവും ഭാവിയും എല്ലാം മിക്സ് ചെയ്ത ഒരു അസാധാരണ സിനിമയായിരിക്കും ഇത്. ലോഞ്ച് ഇവന്റിൽ രാജമൗലി തന്നെ ഏറ്റവും വലിയ സൂചന തന്നു. രാമായണത്തിലെ ഭാഗങ്ങൾ സിനിമയാക്കുക എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്നും വാരാണസിയിൽ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആഫ്രിക്കൻ കാടുകളിൽ തുടങ്ങി രാമായണ കാലത്തിലൂടെ എല്ലാം സഞ്ചരിച്ച് ഭാവിയിലെ ഒരു ദുരന്തം തടയാൻ ശ്രമിക്കുന്ന ടൈം ട്രാവലറാണോ മഹേഷ് ബാബുവിന്റെ രുദ്ര? സാധ്യതകൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. എന്നാൽ ഇത്രയും വലിയൊരു സിനിമയ്ക്ക് അത്രയും വലിയ വെല്ലുവിളികളും ഉണ്ടാവും. തുടക്കത്തിൽ പ്രിയങ്ക ചോപ്രയുടെ കാസ്റ്റിങ്ങിനെ പറ്റി വലിയ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ലോഞ്ച് ഇവന്റ് പ്രിയങ്ക ശരിക്കും കാണികളെ കയ്യിലെടുത്തു. അവർ അനായാസമായി തെലുങ്ക് സംസാരിക്കുകയും ആരാധകർക്കൊപ്പം ജയ് ബാബു എന്ന് ആർത്ത് വിളിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും ഞെട്ടി. ദേശി ഗേൾ ഈസ് ബാക്ക് എന്ന ഹാഷ്ടാഗ് നിമിഷം കൊണ്ട് തന്നെ വൈറലായി. ഇനി വില്ലന്റെ കാര്യം, അത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ്. ക്രൂരനും നിഷ്കരുണനുമായ കുംഭ എന്ന വില്ലനായി ഒരു ഹൈടെക് വീച്ചറിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരുന്നു. പോസ്റ്ററിനെതിരെ ട്രോളുകൾ വന്നെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം: രാജമൗലി സിനിമയിലെ വില്ലന്മാർ നായകന്മാരെ പോലെ തന്നെ എപ്പിക്കായിരിക്കും. ബാഹുബലിയോട് കട്ടയ്ക്ക് പിടിച്ചിരുന്ന ഭല്ലാൽ ദേവനെ ഓർമ്മയില്ലേ? അതേപോലെ. പക്ഷേ ആരാധകരെ ക്ഷമ നശിക്കുന്ന ഒരു കാര്യമുണ്ട്: റിലീസ് ഡേറ്റ്. സംഗീത സംവിധായകൻ MM കീരവാണി പറഞ്ഞത് 2027 സമ്മറിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുമെന്നാണ്. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ ഇനിയും കാത്തിരിക്കണം. ഇത്രയും വലിയ കാത്തിരിപ്പ് സിനിമയുടെ ഹൈപ്പ് നിലനിർത്തുമോ എന്നൊരു സംശയമുണ്ട്. ഇതിനിടെ 2025 മാർച്ച് സിനിമയുടെ ചില ഭാഗങ്ങൾ ലീക്കായിരുന്നു. ഇത് രാജമൗലിയെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ഇപ്പോൾ സെറ്റ് ഒരു കോട്ട പോലെ സുരക്ഷിതമാക്കിയാണ് ഷൂട്ട് നടക്കുന്നത്. സമ്മർദ്ദം അത്രയ്ക്ക് വലുതാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഗ്ലോബ് ട്രോട്ടർ എന്ന പേര് മാറ്റി വാരാണസി എന്നാക്കിയത് രാജമൗലിയുടെ ഒരു ജീനിയസ് നീക്കമാണ്. ഇതൊരു പേരുമാറ്റം മാത്രമല്ല, സിനിമയുടെ ആത്മാവ് എന്താണെന്ന് കാണിക്കുന്ന ഒരു ബിഗ് ബ്രെയിൻ തന്ത്രമാണ്. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു മോഡേൺ കഥയെ ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സംസ്കാരവുമായി അദ്ദേഹം ബന്ധിപ്പിക്കുകയാണ്. ഇത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് സിനിമയുമായി എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഇന്ത്യയുടെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. വാരാണസി ഒരേ സമയം ഇന്ത്യയുടെ സ്വന്തവുമാണ്, അതേപോലെ തന്നെ ലോകം മുഴുവൻ ഉൾപ്പെടുന്ന ഒരു സിനിമയുമാണ്. പുരാണവും സയൻസ് ഫിക്ഷനും കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒക്കെ ഒന്നിക്കുന്ന ഒരു സിനിമ. ഒറ്റ വാക്കി പറഞ്ഞ SS രാജമൗലിയുടെ വാരാണസി വെറും ഒരു സിനിമയല്ല, ഇന്ത്യൻ സിനിമയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ശ്രമമാണ്. മഹേഷ് ബാബുവിന്റെ സ്റ്റാർ പവർ, പ്രിയങ്ക ചോപ്രയുടെ ഗ്ലോബൽ റീച്ച്, പൃഥ്വിരാജിന്റെ അഭിനയം, രാജമൗലിയുടെ അവിശ്വസനീയമായ വിഷൻ എല്ലാം ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. 2027 വരെ നീളുന്ന ഈ കാത്തിരിപ്പ് ഒരു പുതിയ ചരിത്രം കുറിക്കാൻ വേണ്ടിയാകട്ടെ. വീണ്ടും കാണാം.